അല്ലല്ല, അവിടുത്തെ വേറെ കോടതി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. വേറെ കോടതി അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഏത് കോടതിയല്ല, ഹൈക്കോടതിയല്ലേ. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? വേറൊരു ഹൈക്കോടതി ജഡ്ജി തോന്നിയതുപോലെ പറഞ്ഞു എന്നാ പറഞ്ഞത്. ഏട്ടാ, തോന്നിയതുപോലെ പറഞ്ഞു എന്നാണ്. അത് സുപ്രീം കോടതി പറഞ്ഞല്ലോ. സുപ്രീം കോടതി ഇതിനേക്കാൾ മീതല്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, 90 ദിവസമായിട്ട് ഒരു പ്രാഥമിക കുറ്റപത്രം പോലും എന്തുകൊണ്ട് സമർപ്പിച്ചില്ല? 90 ദിവസത്തെ അന്വേഷണം, വലിയ കൊലക്കേസും ഇതിനേക്കാൾ പ്രമാദമായ കേസും വലിയ രേഖകൾ തപ്പിയെടുക്കേണ്ട കേസും ഒക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ പോലീസ് 90 ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രിലിമിനറി കുറ്റപത്രം, പ്രാഥമിക കുറ്റപത്രം പോലും എന്തുകൊണ്ട് SITക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല? അത് കൊടുത്തിരുന്നെങ്കിൽ ഇവർ പുറത്തിറങ്ങുമോ? ഇനിയിപ്പോൾ ഇവർ പുറത്തിറങ്ങി ഒരു തെളിവും കിട്ടിയിട്ടില്ല ഇതുവരെ. അതായത് തൊണ്ടി മുതലടക്കമുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ല. കോടീശ്വരന് വിറ്റു എന്ന് പറയുന്നത് എവിടേക്കാണ് വിറ്റതെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം കണ്ടുപിടിച്ചാൽ വേറെ പ്രതികളും കൂടി ക്യൂവിൽ നിൽക്കുന്ന പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അന്വേഷണം അങ്ങോട്ട് പോകുന്നില്ല. അതാണ് കേക്ക്, ഞാൻ പറയണ കേക്ക്. അല്ല, കേരളത്തിലെ ജനങ്ങൾക്കും ഞങ്ങൾക്കും ആശങ്കയുണ്ട്. ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നേ. അതെന്താ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം എന്താ? ഇത് ഒരു കോടീശ്വരന് വിറ്റെന്ന് കോടതി പറഞ്ഞല്ലോ. ആ ഏത് കോടീശ്വരനാണ് വിറ്റതെന്ന് വരെ 90 ദിവസം അന്വേഷണത്തിന് നടന്നിട്ടില്ല. ഇനി ഈ ജയിലിൽ കിടക്കുന്ന ഈ പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ അന്വേഷണത്തിന് ബാക്കി തെളിവ് എന്തെങ്കിലും തുമ്പ് ബാക്കിയുണ്ടാവോ? സാധാരണ എന്തിനാണ് റിമാൻഡ് ചെയ്യുന്നത്? അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നത് എന്തിനാ? തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ. വിശദമായ അന്വേഷണം നടക്കുന്നില്ല. ഇവർ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും. ഞങ്ങളുടെ ഉത്കണ്ഠയാണെന്ന്, കേരളത്തിലെ ജനങ്ങളുടെ ഉത്കണ്ഠയാണ് പ്രതിപക്ഷം പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് കോടതി എന്നത് പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നേ. അല്ല, അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ടല്ലോ. ഈ അകത്ത് കിടക്കുന്നത് മുഴുവൻ പാർട്ടി നേതാക്കൾ തന്നെയല്ലേ. കോടതി വിധിയുടെ കച്ചിത്തുരുമ്പിൽ പിടിച്ച് തൂങ്ങുന്നത് എന്തിനാ? അകത്ത് പോയവരൊക്കെ പാർട്ടി നേതാക്കന്മാരാണ്. അതിൻ്റെ അപമാനം കൊണ്ട് തല കുനിക്കുകയാണ് വേണ്ടത് അവർ. എന്നിട്ട് ഏതെങ്കിലും ഒരു കോടതി പറഞ്ഞ കച്ചിത്തുരുമ്പ് തൂങ്ങിയിട്ട് എന്താ കാര്യം? ഒരു പാർട്ടി നടപടി പോലും എടുത്തിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ പാർട്ടി നേതാക്കന്മാർ അകത്ത് കിടക്കുമ്പോൾ ചുരുങ്ങിയത് മിണ്ടാതിരിക്കുകയും ചെയ്യുകയാണ് നല്ലത്. അല്ലാതെ ഈ വലിയ കോടതി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്തെങ്കിലും കാര്യമുണ്ടോ? ജനങ്ങളുടെ മനസ്സിൽ ഇവരുടെ സ്ഥാനം കള്ളന്മാരാണ്, ശബരിമല സ്വർണം കട്ടവരാണ് എന്നാണ്. അത് പാർട്ടി നേതാക്കന്മാരാണ് അകത്ത് കിടക്കുന്നത്. അത് മനസ്സിലാക്കണ്ടേ? അതൊരു സാങ്കേതിക കാരണങ്ങളാൽ വലിയ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രതിപക്ഷം എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നു? കോടതി പറഞ്ഞ ഒരു കച്ചിത്തുരുമ്പും പിടിച്ച് രക്ഷപ്പെടാൻ നോക്കിയാൽ ഇത് ഈ കേസിൽ രക്ഷപ്പെടുവോ? നിയമമന്ത്രി പറയുന്നത് ഫുൾ പ്രൂഫ് ആയിട്ടൊരു ഇതൊരു അസാധാരണമായ കേസാണ്. അതുകൊണ്ട് ഒരു കുറ്റപത്രം വേണം. അതിനുള്ള സമയമാണ് എടുക്കുന്നത്. കോൺസ്പിറസി പാർട്ട് വന്നിട്ടില്ല. കോൺസ്പിറസി പാർട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥത്തിലൊരു അന്വേഷണം പോകണം. അത് പോയിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായ അന്വേഷണമാണ് കോടതി നിരീക്ഷിച്ചത്. ഇവർ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കും, ഒരു സംശയം വേണ്ട. ഇപ്പം തെളിവുകൾ ശേഖരിക്കാൻ പറ്റാത്തവർ എപ്പോഴും കോടതി റിമാൻഡ് ചെയ്യുന്ന അതിനു വേണ്ടി കൂടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇവർ പുറത്തിറങ്ങിയാൽ ഈ തെളിവുകൾ നശിപ്പിക്കും, തെളിവുകൾ ഇല്ലാതാവും. അതാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. ഞങ്ങൾക്ക് എന്താ കൺസേൺ പ്രകടിപ്പിക്കാൻ പാടില്ലേ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയല്ലേ മറ്റേ പത്മകുമാറിൻ്റെ രേഖകളിൽ തിരുത്തിയതിൻ്റെ ഫോറൻസിക് എടുത്തത്? എവിടെ പോയിരുന്നു ഇത്രയും ദിവസം? ഒന്നും ചെയ്യുന്നില്ല. കാരണം ഏത് സ്റ്റെപ്പ് എടുത്താലും അടുത്ത പ്രതികളിലേക്ക് വരും, പ്രധാനപ്പെട്ട പ്രതികളിലേക്ക്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ CPMന് ഒരുപാട് മറുപടി പറയേണ്ടി വരും. ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കൾ അകത്തു പോകും. അതുകൊണ്ടാണ്